പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 കൊമേഴ്സിന്റെ അക്കൗണ്ടൻസിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിൽ ഇനി മുതൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ, 5 മാർക്കിന്റെ ഈ രീതിയിലാണ്. നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോസിൽ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം നമുക്ക് 7ഓളം ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട് 3 മാർക്കിന്റെ. ഞാൻ അതിൽ 4 ക്വസ്റ്റ്യൻസും ആൻസറും 4 തിയറി ക്വസ്റ്റ്യൻസും ആൻസറാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 3 മണിക്കൂറിന്റെ എക്സാം ആണ്. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ്. എക്സാം എഴുതേണ്ട മീഡിയം ഇംഗ്ലീഷ് ആണ്. കാൽക്കുലേറ്റർ എക്സാം സെന്ററിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പാസ് മാർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എഴുതിയിട്ട് 26 മാർക്കും, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 100-ൽ 33 മാർക്കും വാങ്ങണം. ഈ മാർക്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് മാർക്ക് ഉൾപ്പെടുത്തില്ല, അത് കൂട്ടാതെയാണ് വാങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തെരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇവിടെ വായിക്കുന്നത്. അത് നമുക്ക് ഓപ്ഷനും മൊഡ്യൂൾ സെക്കൻഡിലുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 38ാമത്തെ ക്വസ്റ്റ്യൻസിൽ 2 വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്പ് ടു കൺവേർട്ട് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ടു കംപ്ലീറ്റ് റെക്കോർഡ്. എങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡിനെ കംപ്ലീറ്റ് റെക്കോർഡാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് 21ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ എൻട്രിയാണ്, ഒരു എൻട്രി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ശരിക്കും നിയമപ്രകാരം ഡബിൾ എൻട്രി പ്രകാരമാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ സിംഗിൾ എൻട്രി പ്രകാരമുള്ള ഒരു കാര്യങ്ങൾ, അത് പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അവിടെ മിസ്സിംഗ് ഫിഗറുകൾ കണ്ടുപിടിക്കണം. നഷ്ടപ്പെട്ട ഫിഗറുകൾ കണ്ടുപിടിച്ചിട്ട് ഡബിൾ എൻട്രി ആക്കി മാറ്റണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് റെക്കോർഡാക്കി മാറ്റണം. ഇപ്പൊ സാധാരണ നമുക്ക് ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ ഡാറ്റകളും തന്നാൽ അത് ഡബിൾ എൻട്രി ആണ്, കംപ്ലീറ്റ് ആണ്. അങ്ങനെ ഫുള്ളായിട്ട് ഡാറ്റകൾ തരാതിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അവിടെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് ഈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനോടെയാണ്. അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാകാം, അല്ലെങ്കിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് മനസ്സിലാകാം. ഇനി ക്യാഷ് സെയിൽസ് കിട്ടണമെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് സമ്മറി തന്നെ വേണം. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നത് ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്, അങ്ങനെയാണ് നെറ്റ് സെയിൽസ് വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഓരോ ഐറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ക്യാഷ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറിയിലൂടെയാണ്. അതേപോലെ തന്നെ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത് ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഈ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. കളക്ഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയുള്ള മിസ്സിംഗ് ഫിഗറുകളൊക്കെ നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതേപോലെ ബിൽ റിസീവബിൾ അക്കൗണ്ട് വരുന്നുണ്ട് അല്ലെ, ബിൽ പേയബിൾ അക്കൗണ്ട് അല്ലെ, ടോട്ടൽ ഡെപ്റ്റേഴ്സ് എത്ര കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബില്ല് റിസീവ്ഡ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബിൽ പേയബിൾ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ബിൽ പേയബിൾ ആക്സെപ്റ്റഡ് എത്രയാന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ മിസ്സിംഗ് ഫിഗറുകൾ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബിൽ പേയബിൾ അക്കൗണ്ട്, ക്യാഷ് ബുക്ക്, ബിൽ റിസീവബിൾ അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്യും. പിന്നെ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതിൽ അരിത്തമാറ്റിക്കൽ അക്യുറസി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കും. ഇത് 21ാമത്തെ ചാപ്റ്റർ ബേസിസ് ആണ്. ഇത് തിയറി ബേസ്ഡ് ആയിട്ട് എഴുതിയാൽ മതി. പറഞ്ഞ ഫോർമാറ്റുകളൊന്നും നമ്മൾ വരക്കാൻ നിൽക്കേണ്ട, കാരണം 3 മാർക്കുള്ളൂ. ആ അക്കൗണ്ടിന്റെ പേരുകളും ആ ഓരോ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളിവിടെ ടേബിൾ രൂപത്തിൽ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. 194ാമത്തെ പേജിലുണ്ട്, അത് നോക്കി മനസ്സിലാക്കാം. ഇനി ഇത് അറിയാത്തവർക്ക് ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട് 38ല്. വാട്ട് യു മീൻ ബൈ അബ്നോർമൽ ലോസ് ആൾസോ ദി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. എന്താണ് ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്? ഇത് സാധാരണ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്.
അബ്നോർമൽ ലോസ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ബിസിനസ്സിന് സംഭവിക്കുന്ന നഷ്ടമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. എന്തെങ്കിലും ഭൂമി കുലുക്കോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ തീപിടുത്തോ ഇങ്ങനെയൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാരണത്താൽ സംഭവിക്കുന്ന നഷ്ടമാണെന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അവിടെ ബിസിനസ്സിലുള്ള അസറ്റുകൾ നാശം സംഭവിക്കുകയാണ്. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലൊക്കെ കാണിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര രൂപയുടെയാണ് നഷ്ടം സംഭവിച്ചത്, മൊത്തം എത്ര രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതെന്നുള്ള നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതിലേക്ക് എത്ര രൂപ നമ്മൾ ചെലവഴിച്ചു എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ഭാഗത്ത് കാണിക്കണം. ലോസ് ബൈ ഫയർ നമ്മൾ പറയുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു 15,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചെങ്കിൽ ആ 15,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സാധാരണ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ താഴെ കാണിക്കും. അതിലേക്ക് നമുക്ക് ചെലവായത് ഒരു 10,000 രൂപയാണ് ചെലവായത്. 10,000 രൂപ ചെലവായത് നമുക്ക് എക്സ്പെൻസസ് ആണ്. അതെവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഭാഗത്ത് കാണിക്കണം. പിന്നെ അതിൽ ബാലൻസ് എത്ര ഉണ്ട്? ഒരു 5,000 രൂപ ഉണ്ട്. അതെവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ആസ്തി സൈഡിൽ കാണിക്കണം എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം 40ാമത്തിൽ 2 എക്സ്പ്ലെയിൻ ദി അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ഗുഡ് വിൽ ഓഫ് റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ ആണ്. ഗുഡ് വില്ല് എന്ന് പറയുന്നത് സൽപ്പേരാണ്. അത് നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, റിട്ടയർമെന്റ് ഓഫ് പാർട്ട്നേഴ്സിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാർട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഇത് നമുക്ക് ഗൈഡിൽ 242ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്റർ വൈസ് ആണെങ്കിൽ 24ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട് റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ. റിട്ടയറിംഗ് പാർട്ട്നർ ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ടു ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗുഡ് വിൽ ബാക്കിയുള്ള ആളുകൾക്ക് റിമൈനിങ് പാർട്ട്നേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഏത് റേഷ്യോയിലാണ്? ഗെയിനിങ് റേഷ്യോയില്. അപ്പൊ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പൊ ഏതെങ്കിലും പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗുഡ് വില് ബാക്കിയുള്ള ആളുകൾക്ക്, ഇപ്പൊ എയും ബിയും സി റിട്ടയർ ചെയ്ത സിയുടെ ആ ഷെയർ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്യും? എക്കും ബിക്കും. അത് ഏത് റേഷ്യോയിലാണ്? ഗെയിൻ റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അതിന്റെ ജേണൽ എൻട്രി എഴുതണം. റിമൈനിങ് പാർട്ട്ണർ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്ണർ അക്കൗണ്ട് എന്ന് പറയും. ഇനി അടുത്ത ചോദ്യം, ഇതറിയാത്തവർക്ക് 40ലെ 2ാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദ ട്രീറ്റ്മെന്റ് അക്യുമുലേറ്റഡ് റിസർവ് പ്രോഫിറ്റ് ലോസ് ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചിടുന്ന ഒരു സമയമാണ്. കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ അക്യുമുലേറ്റഡ് ലോസ് അല്ലെങ്കിൽ റിസർവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ എൻട്രീസ് ഇതാ 261ാമത്തെ പേജിലുണ്ട്. ഗൈഡില് 265ലുണ്ട്. ചാപ്റ്റർ വൈസ് 25ാമത്തെ ചാപ്റ്റർ ഉണ്ട്. എൻട്രി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അതർ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് ആണ് അത് വരുന്നത്. ഓക്കെ, 41ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് കോൾ ഇൻ അരിയേഴ്സ്. കോൾ ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിലാണ് വരുന്നത്. ഏകദേശം നമുക്ക് 27ാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇഷ്യൂസ് ഓഫ് ഷെയർസിൽ. ഓക്കെ, അപ്പൊ അതിന് കോൾ ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സം ഷെയർ ഹോൾഡേഴ്സ്, ചില ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ എമൗണ്ട് ഓഫ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ കോൾ ഡ്യൂ ഓൺ ദി ഷെയർ ഹെൽഡ് ബൈ ദം. സച്ച് അൺപെയ്ഡ് എമൗണ്ട് ഈസ് കാൾഡ് അരിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി ഉടമകള് തങ്ങളുടെ അടവ് തുക കുടിശ്ശിക വരുത്തുന്നതിനാണ് കോൾ അരിയേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ജേണൽ എൻട്രീസ് ഇവിടെ പറയുന്നുണ്ട്. കോൾ അരിയേഴ്സ് എന്നുള്ളത് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ, അതേപോലെ തന്നെ വെൻ കോൾ ഇൻ അരിയേഴ്സ് എമൗണ്ട് റിസീവ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾ ഇൻ അരിയേഴ്സ് അൺപെയ്ഡ് എമൗണ്ട് നൗ റിസീവ്ഡ് എന്ന് പറയുന്നുണ്ട്. ഇത് എൻട്രി കൂടി എഴുതി വെക്കണം. ഇനി ഇത് അറിയാത്തവർക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ദി മീനിങ് ഓഫ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ. എന്താണ് ഫോർ ഫീച്ചർ? ഇറ്റ് വിൽ ബി കോൺസിക്വൻസ്. അതിന്റെ കോൺസിക്വൻസസ് എന്താന്നുള്ളതാണ്. ഇത് നമുക്ക് ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഷെയർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, 28ാമത്തെ ചാപ്റ്റർ ആണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് അല്ലെ. ഫോർ ഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർ ആണ്. When a shareholders fail to pay amount due on allotment or calls with the stated period, the company may forfeit a share എന്ന് പറയാം.
അതായത് ഓഹരികളുടെ തവണ അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അംഗത്വം റദ്ദാക്കുന്നു. ഇതാണ് ഓഹരി കണ്ടുകെട്ടൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായി ഓഹരി ഉടമക്ക് അംഗത്വം നഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്, 42ാമത്തെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഓഫ് അലോട്ട്മെന്റ് ഷെയർ ഓൺ പ്രോ റാറ്റ ബേസ്. അലോട്ട്മെന്റ് ഷെയർ എങ്ങനെയാണ് പ്രോ റാറ്റ ബേസിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് 287ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഈ രീതി അവലംബിക്കുമ്പോൾ ഓഹരി വിതരണം നടത്തുന്നതിന് ചില അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയാണ് പ്രോ റാറ്റോ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ സ്വീകരിച്ച അധിക അപേക്ഷ പണം, അതായത് എക്സസ് അപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റിൽ തട്ടിക്കിഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് എഴുതാൻ പ്രയാസമുള്ളവർക്ക് ഇതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം? എന്താണ് ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം? സ്റ്റേറ്റ് ദി പർപ്പസ് വിച്ച് പ്രീമിയം എമൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്. അതിന്റെ പർപ്പസ് എങ്ങനെയാന്നുള്ളത് 284ാമത്തെ പേജിൽ ഗൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് 27ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് അതേ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ന് പറയും. ഇഷ്യൂ ഷെയർ അറ്റ് പ്രീമിയം പറന്റെ പർപ്പസ് ഒക്കെ പറയുന്നത്. ഇഫ് എ കമ്പനി ഇഷ്യൂ ഈസ് ഷെയർ എ പ്രൈസ് മോർ ദാൻ ദി ഫേസ് വാല്യൂ ദി ഷെയർ ആർ സെഡ് ടു ഹാവ് ബീൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഒരു കമ്പനി അവരുടെ ഓഹരികൾ മുഖവിലയെക്കാളും ഉയർന്ന വിലക്കാണ്, അല്ലെ, ഒരു കമ്പനി അവരുടെ ഷെയറുകൾ മുഖവിലയേക്കാൾ ഉയർന്ന വിലക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറയാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിന്റെ എൻട്രീസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്ക് 284ാമത്തെ പേജിൽ ഗൈഡിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു 3 പോയിന്റ് അതിൽ പറയുന്നുണ്ട്, ജേണൽ എൻട്രി പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.